എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള രസം റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ മുൻപും ഒരു വെറൈറ്റി ആയിട്ടുള്ള രസം റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടുപ്പി രസം ഒരു അടിപൊളി രസം തന്നെയാണ് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ് നമ്മൾ, അല്ലെങ്കിലും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി തന്നെയാണ്. ഈ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേര് വന്നിട്ട് കൊള്ളു രസം എന്നാണ്. അപ്പൊ ഈ കൊള്ളു രസത്തിന്റെ പ്രത്യേകത ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസം തന്നെയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രസമാണ്. അപ്പൊ കൊള്ളു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നീട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൊള്ളു എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഈ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട. അപ്പൊ കൊള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിരയാണ്. കുറെ പേർക്ക് അറിയാമായിരിക്കാം. അതിന് പല റെസിപ്പികളും ചെയ്തിട്ടുണ്ടാവും കുറെ പേര്. ഈ മുതിര ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഒരു 3 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക്. അത് നമ്മൾക്ക് വേണമെങ്കിൽ മുതിര വേണമെങ്കിൽ കുതിർത്തിടാം. കുതിർത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവിച്ച് ഇപ്പൊ ഒരു 5-6 മണിക്കൂർ കുതിർത്തിട്ടിട്ട് നമ്മളിപ്പോ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പൊ നന്നായിട്ട് നമ്മൾ കണ്ടില്ലേ മുതിര ഇങ്ങനെ പിടിക്കുമ്പോ ആ നന്നായിട്ട് ഇങ്ങനെ വേവണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ 1/4 കപ്പ് മുതിര കുതിർത്തിട്ടിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് ആ വെള്ളത്തോടു കൂടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊള്ളു രസത്തിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 3 വലിയ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വറ്റൽമുളക്, പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ 3 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സോൾട്ട് വേണം. പിന്നെ ഗീ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പുളി, വാളംപുളി. അതൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്ത് അതിന്റെ ജ്യൂസാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വെളുത്തുള്ളി, കുരുമുളക്, ജീരകം ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ക്രഷ് ചെയ്തത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട്. ഒരുവിധം അങ്ങോട്ട് ഇങ്ങനെ നന്നായി ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ കൊള്ളു രസത്തിന് നമ്മള് മുതിര വേവിച്ചല്ലോ. ആ മുതിര വേവിച്ച വെള്ളം മാത്രമാണ് എടുക്കുന്നത്. മുതിര നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാനോ വേറെ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ മുതിര നമുക്ക് തോരനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നിങ്ങൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റു ഓയിൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടി ഇട്ടു. മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചത് അത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അത് ആഡ് ചെയ്യാം. ഈ ടൊമാറ്റോ അസലായിട്ട് കുക്കായി വരണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം.
കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞുണ്ട് കേട്ടോ, നന്നായി വെന്തുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കണം ആ കൊള്ളു വാട്ടർ, ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്, മുതിര വേവിച്ച വെള്ളം. കൂടെ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ആ പുളി പിഴിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ. ഈ പുളി വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂണോളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരണം കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് തിളച്ചു തുടങ്ങിട്ടോ. ഇനി ഇതൊരു 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളക്കണം. അതായത് നമ്മുടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം മല്ലിയില ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ചു വരുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ.